ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമ്മൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേളിൻ്റെ ഒരു ബ്രേസ്ലെറ്റും ഇയറിങ്സും കൂടിയുള്ള സെറ്റാണ്. അതിന് നമുക്ക് 4mm പേളാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ്, 3mm ഗോൾഡൻ ബീഡ്സ്, പിന്നെ നമുക്ക് കട്ടർ വേണം, പ്ലെക്കർ വേണം, സ്ട്രിങ് വേണം. സ്ട്രിങ് 5mm ആണ്. ദെൻ ഇതുപോലെ മീറ്റേഴ്സായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഗോൾഡൻ ചെയിൻസ് ഉണ്ട്. ഇതിങ്ങനെ ബീഡുള്ളതും പ്ലെയിൻ ആയിട്ടുള്ളതും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ എടുത്തിട്ടുള്ളത് ബീഡുള്ള ഒരു മോഡലാണ്. നമ്മളിതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 18 സെൻറ്റിമീറ്ററുള്ള സ്ട്രിങ്സ് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് 5 പേള് കുർത്തെടുക്കുക. 5 പേള് സ്ട്രിങ്ങിൽ കൊടുത്തതിൻ്റെ ശേഷം 2 സ്ട്രിങ്ങും കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് ഗോൾഡൻ ബീഡ് ഒരെണ്ണം കൊരുത്തെടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് ബാക്കിലേക്ക് എടുത്തുകൊണ്ട് രണ്ട് ബീഡ്സിനകത്തൂടെ അതിൻ്റെ രണ്ടിൻ്റെ എൻഡ് ഇതുപോലെ പുറത്തെടുക്കുക. നമ്മൾ ഫ്ലവറായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മുൻപ് ഇതുപോലെ ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒരു ബീഡ് ഒരു സ്ട്രിങ്ങിൽ കുരുത്തിട്ട് മറ്റേ സ്ട്രിങ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കുരുത്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലവർ ഇതുപോലെ ഫിനിഷ്ഡ് ആയിട്ട് കിട്ടും. ഇതിന് നമ്മൾ ഈ ബാലൻസ് വരുന്ന സ്ട്രിങ് ഒരു തവണ കൂടെ ഫുൾ അറൗണ്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് 3 ബീഡ്സിലേക്കും മറ്റേ സൈഡിൽ നിന്ന് 3 ബീഡ്സിലേക്കും എടുത്ത് നന്നായിട്ട് കെട്ടിയതിൻ്റെ ശേഷം കട്ട് ചെയ്ത് ബാക്കി വരുന്നത് ഉരുക്കിയെടുക്കുക. ലൈറ്റർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഉരുക്കിയെടുക്കുക. അതുപോലെ ഒരു 6-7 എണ്ണം ചെയ്യണം, നമുക്ക് എത്ര ഇത് വേണം ആ രീതിയിൽ. അത് കഴിഞ്ഞ് നമ്മൾ ചെയിൻ എടുത്തിട്ട് മുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം വരുന്ന ഒരു കണ്ണി ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു ബീഡ് കഴിഞ്ഞിട്ടുള്ള ഒരു കണ്ണി കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്യുന്നത് എൻഡിലേക്കുള്ള 2 സൈഡിലെയും എൻഡിലേക്കുള്ള പീസാണ്. സെൻറ്ററിൽ നമ്മൾ ചെയ്യാനുള്ള പീസ് ഇതുപോലെ സെൻറ്ററിൽ ബീഡ് വരുന്ന രീതിയിൽ സെയിം ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം ഒരു ജംറിങ് എടുത്ത് അതിൻ്റെ ചെയിനിൻ്റെ ലാസ്റ്റത്തെ കണ്ണിക്കകത്തൂടെ ഇട്ട് ഈ ഫ്ലവർ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ബീഡ്സിനകത്തുകൂടെ കയറുന്ന ജംറിങ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ആ കുരുത്തിട്ടുള്ള സ്ട്രിങ്ങിൽ, ഞാനിപ്പോൾ ഇത് സ്ട്രിങ്ങിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എത്ര ഫ്ലവർ അറ്റാച്ച് ചെയ്യണം അത്രയും. ഒരുപാട് ഫ്ലവർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയിൻ ഒത്തിരി ലെങ്ത്തിൽ എടുക്കണ്ട. ഞാനിതിപ്പോൾ സിമ്പിളായിട്ടുള്ള സിംഗിൾ ലെയറിൽ, ഒറ്റ ലെയറിൽ 3 ഫ്ലവറിലാണ് ചെയ്യുന്നത്. ഫ്ലവറിൻ്റെ മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് നന്നായിട്ട് പ്ലക്കർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ എത്ര ലെങ്ത്തിൽ നമുക്ക് വേണോ അത്രയും ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ചെയിൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രേസ്ലെറ്റോ നെക്ലേസോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ 3 ഫ്ലവറും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ആ ബീഡുള്ള ചെയിന് ബീഡ് സെൻറ്ററിൽ വരുന്ന രീതിയിലും ഇതുപോലെ ആവശ്യമായിട്ടുള്ള ലെങ്ത്തിൽ നമ്മൾ ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം 2 എൻഡിലും ഒരു എൻഡിൽ ഒരു ജംറിങ്ങും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കൊളുത്ത് അറ്റാച്ച് ചെയ്യുക. മറ്റേ എൻഡിൽ ഒരു 2 ജംറിങ് അറ്റാച്ച് ചെയ്യാം. ഇതിപ്പോൾ ഒരു ലെയറിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ 2 ലെയറിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ബ്രേസ്ലെറ്റ് തന്നെ 2 ലെയറിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ ചെയിനായിട്ട് എംപ്റ്റി ആയിട്ട് വരുന്ന ആ ഏരിയയിൽ ഫ്ലവർ ഫില്ല് ചെയ്ത് വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ. 2 ലെയറിൽ ചെയ്യണമെങ്കിൽ ഒരു 5 ഫ്ലവർ മതിയാവും. സാധാരണ ഒരു അഡൾട്ട് സൈസിലുള്ള ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 സെൻറ്റിമീറ്ററാണ്, 16-17 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരും. അപ്പോൾ അത് നമ്മൾ എത്ര ഫ്ലവർ വേണം എന്നുള്ളത് ആ ഒരു ലെങ്ത്ത് വെച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്താൽ മതി.
പിന്നെ അതിൻ്റെ തന്നെ ഇയറിങ്സ് ആണ്. ഇതുപോലെ തന്നെ ചെയ്യുന്ന ലാസ്റ്റ് ഒരു ബീഡ് വന്ന് ഒരു കണ്ണിയുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്ലവറിൻ്റെ അപ്പിൽ ഒരു ഒരു ജംറിങ് സ്ട്രിങ്ങിൽ അറ്റാച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇയർ ഹുക്ക്, ഇതിപ്പോൾ ലെങ്ത്തായിട്ട് വേണ്ട, കുട്ടികൾക്കൊക്കെ ചെയ്യുന്ന സൈസ് ആണെന്നുണ്ടെങ്കിൽ ഈ ചെയിൻ ഇത്ര ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാം. അല്ല ചെയിൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ സിംഗിളായിട്ട് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ലെങ്ത്തിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.